താടിക്കാരൻ്റെ ടീച്ചറുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും, ഇന്ന് ചിലപ്പോൾ എന്തോ ഒരു അനാട്ടമി ക്ലാസ് കണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്നൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ടു വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ എന്ത് അനാട്ടമി ക്ലാസ് അല്ലേ. ഞാനിന്ന് വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതൊരു ചിത്രം റെഫറൻസ് ആയിട്ട് എടുത്ത് കണ്ടാണ് വരയ്ക്കുന്നത്. ഈ കലാകാരന്മാർക്കിടയിൽ മൊത്തത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ കണ്ടു വരയ്ക്കുന്നതൊക്കെ ഒരു മോശവും അല്ലെങ്കിൽ കാണാതെ മെമ്മറി വരയ്ക്കുന്നതൊക്കെ എന്തോ വലിയ മഹത്തരമായ സൃഷ്ടിയും എന്നൊരു തെറ്റിദ്ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. പല ചിത്രകാരന്മാരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം വരയ്ക്കുന്നത് ഓർമ്മയിൽ നിന്നാണ്. ഓർമ്മയിൽ ഉള്ളതെന്താണ്? ഓർമ്മയിലുള്ളതെല്ലാം നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ അറിഞ്ഞതുമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. കൺഫ്യൂഷനായല്ലേ? കൺഫ്യൂഷനായോ? ആയി. എല്ലാം ഓർമ്മയിൽ നിന്നാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. അതായത് ഓർമ്മകളുടെ ദൂരമാണ്. വീണ്ടും കൺഫ്യൂഷനായി. എന്താണ് ഓർമ്മകളുടെ ദൂരമെന്ന്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചിത്രം നോക്കി വരയ്ക്കുന്നു. നമുക്കൊരിക്കലും ആ റെഫറൻസ് എടുത്ത ഫോട്ടോയും നോക്കി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഫോട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ പേപ്പറിലോട്ടോ ക്യാൻവാസിലോട്ടോ നോക്കി വരയ്ക്കുന്നു. അതല്ലേ കറക്റ്റ്? നമ്മളൊരു ഫോട്ടോ അടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം മൊബൈലിൽ നോക്കി വരയ്ക്കുന്നു. മൊബൈൽ അടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ എന്നിട്ട് നേരെ നമ്മൾ ക്യാൻവാസിലോ നമ്മൾ വരയ്ക്കുന്നതിനകത്തോട്ട് നോക്കിയാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ ഒരു ഫോട്ടോയുടെ ഒരു പർട്ടിക്കുലർ പോർഷൻ, ചെറിയൊരു പോർഷൻ മാത്രം നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അത്രയും ഭാഗം ആ ഒരു വര ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ്, അല്ല ഇത്ര ദൂരം ഉണ്ടായിരിക്കും ആ വര എന്ന് നമ്മൾ ഓർമ്മയിലാണ് പതിപ്പിക്കുന്നത്. അതായത് തൊട്ടടുത്ത ഒരു ഓർമ്മയാണ് നമ്മളിങ്ങോട്ട് പകർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ ചിത്രങ്ങളും ഓർമ്മയിൽ നിന്നാണ് വരയ്ക്കുന്നതെന്ന്. അത് ഓർമ്മയിലെ ദൂരമെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? നമ്മൾ മെമ്മറി വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ കണ്ട ഒരു കാഴ്ച, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അറിഞ്ഞ ഒരു രൂപം, അതൊക്കെ നമ്മൾ നേരത്തെ പഴയ ഓർമ്മകളിൽ നിന്ന് ഓർത്തെടുക്കുന്നു. ഇത് തൊട്ടടുത്ത ഓർമ്മ, അതാണ് ഓർമ്മയുടെ ദൂരമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ നേരത്തെ അറിഞ്ഞത് അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഓർമ്മയിലുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ്. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഉള്ളിലൊരു ഭാവന വളർത്താം. നമ്മൾ കണ്ട ഈ കാഴ്ചയ്ക്കകത്ത് നമ്മുടേതായ ഭാവനകൾ വരും. അവിടെയും ഈ ഭാവനയ്ക്ക് എത്ര പരിധി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞതിനപ്പുറത്തേക്ക് നമുക്കില്ല, അതിനപ്പുറത്തേക്ക് ഒരു പരിധിയില്ല. ഉദാഹരണത്തിന് നമ്മൾ കാണാത്ത ഒരു മാലാഖ എന്നത്. പക്ഷേ നമ്മൾ മാലാഖയെ വരയ്ക്കുമ്പോഴും ഒരു കുട്ടിയുടെ രൂപവും ഒരു പക്ഷിയുടെ ചിറകുമാണ് വരുന്നത്. അപ്പോഴാണ് മാലാഖയാവുന്നത്. ഇത് രണ്ടും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ ഒരു ഭാവനയെ നമ്മൾ ക്ലബ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഇതൊരു മാലാഖയാണെന്ന് പറയുന്നു. ഈ ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന എല്ലാ പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ എല്ലാ ചിത്രങ്ങൾ ഒക്കെ ഇവിടെയുള്ള നമ്മൾ അറിയുന്ന ഓരോ സാധനങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ ഒന്ന് സൃഷ്ടിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സൃഷ്ടി എന്നത്. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടി എന്നൊരു സാധനം ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇവിടെയുള്ളത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പെടുത്തലും പരുവപ്പെടുത്തലുകളാണ്. അത് ശരിക്കും എങ്ങനെയാണ് സൃഷ്ടിയാകുന്നത്? പുതിയതായി ഒന്ന് ഉണ്ടാക്കുമ്പോഴാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ശരിക്കത് നമ്മളിവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ മാത്രമാണ്. ഇവിടെ ഉള്ളത് വെച്ച് വേറൊരു സാധനം ഉണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് സൃഷ്ടി എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കലാകാരൻ്റെ മാന്ത്രിക വിരലുകളെക്കുറിച്ച് എല്ലാവരും വാതോരാതെ സംസാരിക്കുന്നതാണ്. ഈ ഒരു വിരലുകളിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, വിരൽ ഒക്കെ വേറൊരു ടൂള് മാത്രമാണ്, ഈ ബ്രഷ് പോലെ തന്നെ, അത്രയേ ഉള്ളൂ. അതിനൊക്കെയുള്ള പ്രാധാന്യം. ഇപ്പം വിരലിലെ കാല് വെച്ച് ചിത്രം വരയ്ക്കുന്ന സ്വപ്നയും നാക്ക് കൊണ്ടും മൂക്ക് കൊണ്ടും ഒക്കെ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ. അപ്പം നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മുടെ ചിന്തയിലാണ് നമ്മുടെ ചിത്രങ്ങളൊക്കെ ആയിരിക്കുന്നത്. ഈ ഒരു പെൺകുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഓർമ്മയിലാണ്. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നത്. ഓരോന്നും എല്ലാവരുടെയും ഭാവനയും എല്ലാം അവരവരുടെ ചിന്തകളാണ്. നമ്മളെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളിതാ ഇത്രയേ ഉള്ളൂ. ഒരു 1.5 കിലോ ജെല്ലി ഉണ്ടല്ലേ, നമ്മുടെയൊക്കെ തലച്ചോറ്,
അതിനുള്ളിലാണ് നമ്മളെല്ലാം, എല്ലാവരുടെയും ചിത്രങ്ങളും ഭാവനയും ഒക്കെ കടന്നു വരുന്നത് അതിലൂടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരിലും നല്ല മികച്ച ചിന്തകളുണ്ടാവട്ടെ, പുത്തൻ ആശയങ്ങളുണ്ടാവട്ടെ, അതുവഴി നല്ല ചിത്രങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാനിതൊക്കെ പറയാൻ വേണ്ടി ഒരു ചിത്രം വരച്ചു എന്നതുപോലെ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. ചിത്രം വരച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രം 3 ഘട്ടങ്ങളിലായിട്ടാണ് വരച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ് ചെറിയ കരട് വരകൾ, ഡോട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒന്ന് സ്കെച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്ക് സ്കെച്ചിങ്, അതായത് തീരെ തെളിച്ചമില്ലാത്ത വരകളിലൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ആ ചിത്രം സ്കെച്ച് ചെയ്ത് പിന്നീട് ഫിനിഷിങ് എന്ന ഘട്ടത്തിലാണ് ഞാൻ പെയിൻറ് ഉപയോഗിച്ച് ബ്ലാക്ക് കൊണ്ടാണ് വരച്ച് ഫിനിഷ് ചെയ്ത് കളറുകളൊക്കെ ചേർത്ത് ചിത്രം പൂർത്തിയാക്കിയത്. അപ്പം നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് പറയണം. കൂടുതൽ മെച്ചപ്പെട്ട ചിത്രങ്ങളൊക്കെ ആയിട്ട് ഞാനും വീണ്ടും വരാം. ഓക്കെ, ബൈ.